ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല 5/6/2025 അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, സെക്കൻഡ് സെമസ്റ്റർ FIUGP എക്സാം റിസൾട്ട് ബേസ് ചെയ്ത് ഒരുപാട് എൻക്വയറീസ് കാണുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമുക്ക് ഹോപ്പ് ചെയ്യാം. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ബട്ട് പല കോളേജുകളിലും 5 എന്ന് പറയുന്നൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല അധ്യാപകരും. നമുക്ക് ഷുവർ അല്ല, അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്നാണ് ഹോപ്പ്. ഒഫീഷ്യലായിട്ട് ഡീറ്റെയിൽസ് വന്നുള്ളതാണ് നിങ്ങളിലേക്കത് എത്തിക്കുന്നതായിരിക്കും. ഇനി പ്രസ് റിലീസ് അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, 1ാം വർഷ ബിരുദ പ്രവേശനം FIUGP 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ബേസ് ചെയ്ത് നിലവിലുള്ള കോഴ്സുകൾക്ക് പുറമെ UIT മാന്നാർ BCA, UIT പത്തനാപുരത്ത് BCA, UIT അരൂർ BCA, UIT കല്ലറ BCA, UIT നെയ്യാറ്റിൻകര BCA എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷകർക്ക് അവസാന തീയതിയായ 2025 ജൂൺ 15 വരെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 2025 ഏപ്രിൽ നടത്തിയ 6ാം സെമസ്റ്റർ BMS ഹോട്ടൽ മാനേജ്മെൻറ്റ് പരീക്ഷയുടെ പ്രൊജക്ട് വൈവ പ്രാക്ടിക്കൽ 2025 ജൂൺ 23 മുതൽ 27 വരെ അതാത് കേന്ദ്രങ്ങളിൽ നടത്തപ്പെടുന്നു. 3ാം വർഷ ത്രിവത്സര LLB ഓൾഡ് സ്കീം മേഴ്സിച്ച 1998 അഡ്മിഷന് മുമ്പ് പരീക്ഷയുടെ വൈവ കോഴ്സ് 2025 ജൂൺ 12 കേരള സർവകലാശാല സെനറ്റ് ഹൗസ് ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടുന്നു. 2025 ജനുവരിയിൽ നടത്തിയ 3ാം സെമസ്റ്റർ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 13A2B പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2025 ജൂൺ 9, 10 എന്നീ തീയതികളിൽ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്നു. 2025 ജൂലൈയിൽ ആരംഭിക്കുന്ന 2ാം വർഷ BBA ആനുവൽ സ്കീം പ്രൈവറ്റ് രജിസ്ട്രേഷൻ റെഗുലർ 2023 അഡ്മിഷൻ, ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി 2022 അഡ്മിഷൻ, സപ്ലിമെന്ററി 2022 അഡ്മിഷൻ, മേഴ്സി ചാൻസ് 2016-19 അഡ്മിഷൻ പരീക്ഷ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 4ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് BA, BSc, BCom, BBA, BCA, BPA, BMS, BSW, BVOC എന്നീ CBCSS, CR റെഗുലർ 2023 അഡ്മിഷൻ, ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി 2022 അഡ്മിഷൻ, സപ്ലിമെന്ററി 2021-20 അഡ്മിഷൻ, മേഴ്സി ചാൻസ് 17-19 അഡ്മിഷൻ ജൂലൈ 2025 പരീക്ഷകൾക്ക് ഫൈൻ ഇല്ലാണ്ട് ജൂൺ 13 വരെ, 150 രൂപ ഫൈനോട് കൂടി ജൂൺ 17 വരെയും, 400 രൂപ ഫൈനോട് കൂടി ജൂൺ 19 വരെയും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. സോ ഇത്രയുമാണ് നിലവിലെ കേരള സർവകലാശാലയിൽ ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷൻസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.